ബ്രഹ്മാണ്ടം ഒരു മെഷീൻ പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആക്ച്വലി അതൊരു മെക്കാനിക്കൽ, പ്യുവർലി മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻ്റ് അല്ല, മറിച്ച് അത് ഒരു എനർജറ്റിക് ഇൻ്റലിജൻസാണ്. എനർജി കൊണ്ടുള്ള ഒരു അത്ഭുതകരമായ ബുദ്ധിയാണത്. ആകാശത്തിലെ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും വെറും വസ്തുക്കളല്ല, അവ ഊർജ സഞ്ചാര കേന്ദ്രങ്ങളും ഊർജ പരിവർത്തന ഉപകരണങ്ങളുമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മഹാന്മാരായ മഹനീയരായ ഉന്നതരായിട്ടുള്ള വര്യന്മാർ, യോഗി സാധനകൾ ചെയ്യുന്നവർ, മഹാന്മാരായ ഗുരുക്കന്മാർ, അവരുടെ ശിഷ്യവർഗങ്ങൾ, ശിഷ്യന്മാർ, ഡിസൈപ്പിൾസ്, അവർക്കെല്ലാം ഒരു അസാധാരണ പ്രവർത്തന ശേഷിയുണ്ട്. ഗ്രഹങ്ങളെ പോലെ തന്നെ ഈ ഗ്രഹങ്ങൾ ഊർജ സഞ്ചാര കേന്ദ്രങ്ങളും ഊർജ പരിവർത്തന ഉപകരണങ്ങളുമായി പ്രവർത്തിക്കുന്നത് പോലെ തന്നെ ഉന്നത പരിശീലകരായ ഗുരുക്കന്മാർ, ഹോളി മാസ്റ്റേഴ്സ്, ഹോളി ഏഞ്ചലിക് ബീയിങ്സ്, ഹയർ ബീയിങ്സ് എന്ന് നമ്മൾ പറയാറില്ലേ, ഹോളി മാസ്റ്റേഴ്സ്, ഹോളി ബീയിങ്സ്, ഹോളി ഏഞ്ചലിക് ബീയിങ്സ്, ഇൻവിസിബിൾ ബീയിങ്സ്, സ്പിരിച്വൽ ഹെൽപ്പേഴ്സ് എന്നൊക്കെ നാം പറയുന്നത്, അവരൊക്കെ ഇതുപോലെ തന്നെ ഊർജ പരിവർത്തന ഉപകരണങ്ങളാണ്, ഊർജ സഞ്ചാര കേന്ദ്രങ്ങളുമാണ്. അവ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവ ഊർജത്തെ ട്രാൻസ്ഫർ ചെയ്തു തരുന്നു. എപ്പോഴും ഓർത്തിരിക്കേണ്ടത്, നാം പ്രെയർ ചെയ്യുമ്പോൾ ഇവരെല്ലാം പ്രെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ സുപ്രീം ഗോഡിനെ പ്രെയർ ചെയ്യുന്നുണ്ട്, സുപ്രീം ബീയിങ് ഓഫ് ഗോഡ് ആൻഡ് ബോധിസത്വ മഹാഗുരുജി മെയിലിംഗ്, നമ്മുടെ ഗുരുവിൻ്റെ ഗുരുവായ മഹാഗുരുജി മെയിലിങ്ങിനെ നാം പ്രെയർ ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഉന്നത തലത്തിലുള്ള ഹോളി തലത്തിൽ പദവിയിലെത്തിയ ഗുരുക്കന്മാരാണ്. ഇന്ന് ശരീരത്തിലില്ലെങ്കിലും അവർ ഒരു ഹയർ റിലാമിലാണ് ഉള്ളതെങ്കിലും അവരിൽ നിന്നൊക്കെ എനർജി ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആർക്കൊക്കെ? അവരുടെ ശിഷ്യഗണങ്ങൾക്കൊക്കെ. ഭൂമി മുഴുവനും അവർക്ക് വ്യത്യസ്തമായ രൂപത്തിൽ, വ്യത്യസ്തമായ സ്കൂളുകളിൽ ഇവരുടെയൊക്കെ ശിഷ്യഗണങ്ങളുണ്ട്. ഇവർക്കെല്ലാം ആ പരിവർത്തനം ഉണ്ടാക്കിയെടുക്കാൻ ഗുരുക്കന്മാരുടെ അദൃശ്യമായ ശക്തികളിൽ കൂടെ സാധിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ശിഷ്യന്മാരും ഊർജ പരിവർത്തനം ചെയ്യുന്നവരും ഊർജം ട്രാൻസ്ഫർ ചെയ്യുന്നവരും കൈകാര്യം ചെയ്യുന്നവരും തന്നെയാണ്. അസാധാരണമായ പ്രവർത്തനശേഷി ഗുരുക്കന്മാർ കൈമാറിയത് കൊണ്ട് തന്നെ അവർക്കും അതിന് സാധിക്കുന്നു. ഹീലിംഗ് ഒക്കെ പഠിച്ച ആളുകൾ പലപ്പോഴും ചോദിക്കാറുള്ളതാണ്, എനിക്കത്ര എക്സ്പീരിയൻസ് ഒന്നും ആയിട്ടില്ല, ഇതൊന്നും മെക്കാനിക്കലി നടക്കേണ്ട കാര്യങ്ങളല്ല, ഇതൊക്കെ ഗുരുക്കന്മാരുടെയും ഹോളി ബീയിങ്ങുകളുടെയും അദൃശ്യരായി ഭൂമിയിൽ നിലകൊള്ളുന്ന നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത ആത്മീയ തലത്തിൽ വളരെ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന എനർജറ്റിക് ബീയിങ്ങുകളുണ്ട്, ഹോളി ബീയിങ്ങുകളുണ്ട് നമ്മെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അവർ ഇല്ല എന്നുള്ളതിന് അർത്ഥമല്ല. നമുക്ക് കാണാൻ സാധിക്കുന്ന 3 ഡയമെൻഷൻ കഴിഞ്ഞിട്ടുള്ള ഡയമെൻഷനെ കുറിച്ചൊന്ന് ഓർത്ത് നോക്കേണ്ടതില്ലേ? നമുക്ക് കണ്ണുകളെ ഫിസിക്കൽ റിലാമിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ, മറിച്ച് ആന്തരിക ലോകത്തെ നമുക്ക് കാണാനായിട്ട് നമ്മുടെ കണ്ണുകളുടെ ലെൻസ് അങ്ങനെയല്ല ഫോക്കസ് ചെയ്തു വെച്ചിട്ടുള്ളത്. ആന്തരിക ലോകം അല്ലെങ്കിൽ സൂക്ഷ്മ ലോകത്തെ കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും നമുക്ക് അതിൻ്റെതായ ഉന്നത തലത്തിലുള്ള കോഴ്സുകൾ പരിശീലിച്ചാൽ അതിനും സാധിക്കുന്നതാണ്. ബ്രഹ്മാണ്ടത്തിലെ എനർജി ഫ്ലോസ് വെർട്ടിക്കലാണ്.
ഉയർന്ന തലത്തിൽ നിന്നും താഴേക്ക് വെള്ളം മുകളിൽ നിന്നും താഴോട്ട് ഒഴുകുന്നത് പോലെ അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. സൂക്ഷ്മത്തിൽ നിന്നും ദ്രവ്യത്തിലേക്ക് അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഉന്നതമായിട്ടുള്ള ഹയർ റിലാംസ്, സുപ്രീം ബീയിങ്ങിന് ശേഷം നിൽക്കുന്ന ഉന്നതമായിട്ടുള്ള ആ തലത്തിൽ, ആ പ്ലെയിനിൽ നിന്നും അത് പ്ലാനറ്ററി റിലാമിലേക്ക് വരുന്നു, പ്ലാനറ്റുകളിലേക്ക് വരുന്നു. പ്ലാനറ്റുകളിൽ നിന്ന് അത് സ്പിരിച്വൽ സാധനകളിലേക്ക് വരുന്നു, സ്പിരിച്വൽ ബീയിങ്ങുകളിലേക്ക് കടന്നു വരുന്നു. അതുപോലെ സ്പിരിച്വൽ ബീയിങ്ങുകളിൽ നിന്ന് അത് മെൻ്റലി കടന്നു വരുന്നു. സ്പിരിച്വൽ പാത്തിലുള്ള അവരുടെ മെൻ്റൽ ആസ്പെക്റ്റിലേക്ക്, മാഗ്നറ്റോസ്ഫിയർ എന്ന് പറയുന്ന തലമുണ്ടല്ലോ പ്രകൃതിയിലെ, ആ സ്ഫിയറിലും വരുന്നത് പോലെ തന്നെ മനുഷ്യന് മെൻ്റൽ ബോഡിയുണ്ട്. നമുക്കറിയാം മെൻ്റൽ ബോഡിയുണ്ട്. നാം ലെവൽ 4 നിന്നും മെൻ്റൽ ബോഡിയെക്കുറിച്ച്, ഇമോഷണൽ ബോഡിയൊക്കെ പഠിച്ചല്ലോ. അപ്പോൾ ഹയർ റിലാമിൽ നിന്നും അത് താഴോട്ട് വെർട്ടിക്കലി അത് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹയർ റിലാമിൽ നിന്നും പ്ലാനറ്റിലേക്ക് അത് കടന്നു വരുന്നു. പ്ലാനറ്റിൽ നിന്നും അത് സ്പിരിച്വൽ ആസ്പെക്റ്റിലേക്ക് കടന്നു വരുന്നു. നാമൊക്കെ സാധന ചെയ്യുന്ന ആ തലത്തിലേക്ക് അത് കടന്നു വരുന്നു. അതിൽ നിന്നും ഭൂമിയുടെ തന്നെ മാഗ്നറ്റോസ്ഫിയർ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മെൻ്റൽ ബോഡി, നമ്മുടെ ഫിസിക്കൽ ബോഡി, എനർജി ബോഡി കഴിഞ്ഞാൽ എസ്ട്രൽ ബോഡി, ഇമോഷണൽ ബോഡി, അതിൻ്റെ അപ്പുറത്ത് മെൻ്റൽ ബോഡി നിൽക്കുന്നു അല്ലേ. ആ മെൻ്റൽ ബോഡിയിലേക്ക് അത് കടന്നു വരും. നമ്മുടെ IQ ലെവൽ, ഇൻ്റലിജൻസ്, നമുക്ക് സാധാരണ കാര്യത്തിൽ നിന്നും പരിശീലനം ചെയ്യുന്ന ആളുകൾക്ക് ഉയർന്ന തലത്തിലേക്ക് ഹയർ സോളുമായിട്ട് ബന്ധപ്പെടാനും അതുവഴി ഉന്നതമായ തലങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനും സാധിക്കപ്പെടുന്നു. പിന്നെ ഇമോഷണൽ ബോഡിയിലേക്ക് അത് പ്രാർത്ഥനയുടെയും ആരാധനയുടെയും തലങ്ങളിലേക്ക് കടന്നു വരും. നമ്മുടെ ഇമോഷണൽ ബോഡി, പ്രകൃതിയുടെ ഇമോഷണൽ ബോഡി അതാണ്, അയോണോസ്ഫിയറാണ്. അയോണോസ്ഫിയർ ത്രൂ അത് നമ്മുടെ ഇമോഷണൽ ബോഡി, നമുക്കറിയാമല്ലോ, നമ്മുടെ ഫിസിക്കൽ എനർജി ബോഡി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നിൽക്കുന്ന ഇമോഷണൽ ലെയർ ഉണ്ടല്ലോ, ഇമോഷണൽ ബോഡി, അസ്ട്രൽ ബോഡി എന്ന് പറയുന്നു. അസ്ട്രൽ ട്രാവലിംഗ് ഒക്കെ ചെയ്യാൻ സാധിക്കുന്ന ഈ ബോഡി ഇമോഷണൽ ബോഡി. ആ ഇമോഷണൽ ബോഡിയിലേക്ക് അത് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ആണ് ഫിസിക്കൽ ബോഡിയിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്നത്. എപ്പോഴും ഓർമ്മ വേണ്ടത്, നാം എല്ലാവരും ഓരോ സ്പിരിച്വൽ ബീയിങ്ങുകളാണ്. നാം അതിനെ ഡെവലപ്പ് ചെയ്യാനായി, പരിവർത്തനം ചെയ്യാനായി നാം പരിശീലനം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയുള്ള പരിശീലനം ലഭിക്കാനായി ഭാഗ്യമുണ്ടാക്കേണ്ടതുണ്ട്. അത് അന്വേഷിക്കേണ്ടതുണ്ട്. അതിന് പറ്റുന്ന തലങ്ങളിൽ എത്തിച്ചേരേണ്ടതുണ്ട്. അപ്പോൾ ഒരു ആത്മീയ ബോധത്തിലേക്ക് നാം സ്പിരിച്വൽ പാത്ത് എന്നൊക്കെ പറയുമ്പോൾ അതിനെ ഏറ്റവും മികച്ചതായിട്ട്, അതിൻ്റെ മുകളിലുള്ള തലമുണ്ട്. ഏറ്റവും ഉന്നതമായ, ഈശ്വരീയമായ ഉന്നതമായ തലം, അതിൽ നിന്നും അത് പ്ലാനറ്റിലേക്ക് കടന്നു വന്ന് പ്ലാനറ്റിൽ നിന്നും വെർട്ടിക്കലായിട്ട് അത് വെള്ളം താഴോട്ട് ഒഴുകുന്നത് പോലെ തന്നെ ആ ശക്തി കടന്നു വരികയാണ്. അത് സ്പിരിച്വൽ പരിശീലകരിലേക്കും അവിടെ നിന്ന് അവരുടെ മെൻ്റൽ ബോഡിയിലേക്കും, അതായത് വിസ്ഡം, ജ്ഞാനത്തിലേക്കും, അവിടെ നിന്ന് അവരുടെ ഇമോഷണൽ ബോഡിയിലേക്കും, അവിടെ നിന്ന് അവരുടെ ഫിസിക്കൽ എനർജി ബോഡിയിലേക്കും, അങ്ങനെ അവരുടെ ഫിസിക്കൽ ബോഡിയിലേക്കും കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ എവല്യൂഷൻ, പരിണാമം നിലനിൽക്കുന്നത്. ബ്രഹ്മാണ്ടത്തിലെ എനർജി ഫ്ലോ താഴേക്കായതുകൊണ്ട് തന്നെ നാം അത് പരിശീലനം ചെയ്യുമ്പോൾ, നാം പരിശീലിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം മുകളിലേക്ക് ഉയർന്ന് ആദ്യം ഇമോഷണൽ ഫിസിക്കൽ പ്ലെയിനിൽ നിന്നും മാറി ഇമോഷണൽ പ്ലെയിനിലേക്ക് മാറുന്നു, അയോണോസ്ഫിയറിലേക്ക് മാറുന്നു. നമ്മുടെ ഇമോഷണൽ ബോഡി കുറച്ചും കൂടിയും വലുതായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അതിൽ നിന്നും മെൻ്റൽ ബോഡിയിലേക്ക്
മാഗ്നറ്റോസ്ഫിയറിലേക്ക് കടക്കുന്നു. അപ്പോൾ അവിടെ നമ്മുടെ ബുദ്ധിയുടെയും നമ്മുടെ ഒരു വലിപ്പത്തിൻ്റെയും നമ്മുടെ എക്സ്പാൻഷൻ ഓഫ് കോൺഷ്യസ്നെസ്സിൻ്റെയും ഒക്കെ തലമായി നിൽക്കുന്നു. അവിടെ നിന്നും അത് സ്പിരിച്വൽ ബോഡിയിലേക്ക്, നമ്മുടെ ഔട്ടർ എനർജി ഇൻഫർമേഷൻ ഫീൽഡ് എന്ന് നമ്മൾ പഠിക്കാറുള്ള ഔട്ടർ ഓറയിലേക്കും കടന്നു വരുന്നു. അവിടെ നിന്നും അത് പ്ലാനറ്റിലേക്ക് മെർജാവുന്നു. പ്ലാനറ്റിൽ നിന്നും അത് ഉന്നതമായ ഹയർ റിലാമുമായി ബന്ധപ്പെടുന്നു. ഇൻകാർണേറ്റഡ് സോൾ കണക്റ്റഡ് ടു ദ higher soul and higher soul connected to those aspects. Then finally it's connected to the supreme പരബ്രഹ്മം. അപ്പോൾ ബ്രഹ്മാണ്ഡ ലോകത്ത് നാം ഉയർന്ന് പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. നാം എത്രമാത്രം സാധന ചെയ്യുന്നുണ്ടോ, എത്രമാത്രം സംശുദ്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ടോ, പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക, ചെയ്യുന്ന പ്രവൃത്തികൾ ശ്രദ്ധിക്കുക, ചിന്തിക്കുന്ന കാര്യങ്ങളെ അറിഞ്ഞിരിക്കുക, എല്ലാം നന്മകളിലേക്ക് മാറ്റം ചെയ്യപ്പെടാനായി സൂത്രവാക്യം ഏറ്റവും മികച്ചതായിരിക്കുക എന്നുള്ളത് തന്നെയാണ്. എല്ലാവർക്കും എന്നെ ശ്രവിച്ചതിന് നന്ദി. താങ്ക് യു ഫോർ യുവർ ലിസണിങ്. ഞാൻ മഹാത്മാ ചോവാക്കോക്സിയുടെ ശിഷ്യനും മാ ഷാർലറ്റിനാൽ വളർത്തപ്പെട്ടവനുമാണ്. എല്ലാവർക്കും എൻ്റെ സ്നേഹാദരങ്ങൾ. നന്ദി, നമസ്തേ.